അപ്പൊ അടുത്ത പ്രോബ്ലം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള 2 എക്സസൈസസ് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എ ലൈൻ മെഷേർഡ് വിത്ത് എ 30-meter ചെയിൻ വാസ് ഫൗണ്ട് ടു ബി 4920 മീറ്റർ. അതായത് 30 മീറ്ററിന്റെ ഒരു ചെയിൻ ഉപയോഗിച്ചിട്ടാണ് അവർ മെഷർ ചെയ്തത് എന്നാണ് അവർ കരുതിയത്. അപ്പൊ അങ്ങനത്തെ ഒരു ചെയിൻ ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ലെങ്ത് 4920 മീറ്റർ ആണ്. പിന്നീടാണ് അവർ മനസ്സിലാക്കിയത് എന്ത്, ഇഫ് ദ ചെയിൻ വാസ് 0.3 ലിങ്ക് ടു ഷോർട്ട്. ആ ചെയിൻ ഒരു 0.3 ലിങ്ക് കുറവായിരുന്നു. അതായത് അവർ 30 മീറ്ററിന്റെ ചെയിൻ ആണെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്തു. പക്ഷെ ആ ചെയിൻ എന്താണ്, ഒരു 0.3 ലിങ്ക് കുറവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ കിട്ടിയ 4920 എന്ന് പറയുന്ന ആൻസർ തെറ്റായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ. ശരിക്കും ആ ലൈൻ എത്ര ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ സെയിം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ തന്നെയാണ്. ട്രൂ ഡിസ്റ്റൻസ് ഈക്വൽ ടു, നമ്മളിവിടെ പറഞ്ഞില്ലേ, ട്രൂ ഡിസ്റ്റൻസ് ഈക്വൽ ടു മെഷർ ഡിസ്റ്റൻസ് ഇൻറ്റു L ഡാഷ് ബൈ L എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താ, ഇവിടെ ലെങ്ത് ആണ് കണ്ടെത്താൻ പറഞ്ഞത്, ട്രൂ ലെങ്ത് ആണ് നമ്മളെടുത്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് അതൊന്ന് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നോക്കിയേ, നമുക്ക് തന്ന ഡാറ്റാസ് ഒക്കെ ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. മെഷേർഡ് ലെങ്ത് 4920 മീറ്റർ. ഇനി ചെയിൻ ലെങ്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് 30 മീറ്ററിന്റെ ചെയിൻ ആയിരുന്നു അത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിങ്ക് കുറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സാധാ ക്വസ്റ്റ്യൻസിലൊക്കെ ഇത്ര സെന്റിമീറ്റർ ലെങ്ത് കുറഞ്ഞു അല്ലെങ്കിൽ ഇത്ര മില്ലിമീറ്റർ ലെങ്ത് കുറഞ്ഞു എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു 0.3 ലിങ്ക് ഷോർട്ട് ആയതാണ്. അപ്പൊ നമ്മൾ ഇതിനെ ലിങ്കിന്റെ ടേംസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 30 മീറ്ററിന്റെ ചെയിനിൽ എത്ര ലിങ്ക്സ് ഉണ്ട്, 150 ലിങ്ക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 20 മീറ്ററിന്റെ ചെയിനിൽ 100 ലിങ്കും 30 മീറ്ററിന്റെ ചെയിനിൽ 150 ലിങ്കും ആണ് ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ചെയിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 150 ലിങ്ക്സ് ആക്കിയിട്ട് എടുത്തു. ഇനി 0.3 ലിങ്ക്സ് കുറഞ്ഞു എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ 150 ലിങ്ക്സ് ആണ്. ഇനി അത് ഇൻകറക്റ്റ് ലെങ്ത്, അതായത് അതിന് ഒരു 0.3 ലിങ്ക് കുറഞ്ഞതാണ് ഇൻകറക്റ്റ് ലെങ്ത്. അപ്പൊ ഇൻകറക്റ്റ് ലെങ്ത് L ഡാഷ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആ 150ന്ന് 0.3 കുറച്ചു. അതായത് ആക്ച്വൽ ലിങ്കുകളുടെ എണ്ണം 150, 0.3 ലിങ്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ 149.70 കിട്ടും. ഇതാണ് ഇൻകറക്റ്റ് ലെങ്ത്. കറക്റ്റ് ലെങ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 150 ലിങ്ക് ആണ്. എന്നിട്ട് അത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ട്രൂ ലെങ്ത് കണ്ടെത്താനുള്ള ഇക്വേഷൻ മെഷേർഡ് ലെങ്ത് ഇൻറ്റു L ഡാഷ് ബൈ L. മെഷേർഡ് ലെങ്ത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 4920 മീറ്റർ ആണ്. ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് നമ്മൾ ഇവിടെ കണ്ടെത്തി 150ന്ന് 0.3 കുറച്ചത്. 0.3 കുറയ്ക്കാനുള്ള കാര്യം മനസ്സിലായില്ലേ, ടു ഷോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് 0.3 കുറച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അത് കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പൊ ആ ഇക്വേഷനിൽ ഇൻകറക്റ്റ് ലെങ്ത്തിന്റെ അവിടെ 149.70 ഡിവൈഡഡ് ബൈ 150. ഇത് ലെങ്ത് ആയതുകൊണ്ട് സ്ക്വയറും കാര്യങ്ങളൊന്നും ഇല്ല. ഡയറക്റ്റ് നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 4910.16 മീറ്റർ എന്ന് കിട്ടും. അതായത് ആക്ച്വലി അത് ഒരളന്നപ്പം തെറ്റായിട്ട് അവർ അളന്നപ്പോൾ അവർക്ക് 4920 ഉണ്ടായിരുന്നു. പക്ഷെ അത്ര ഇല്ല, 4910 അത് ഒറിജിനൽ ലെങ്ത് ഉള്ളൂ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.